കുട്ടികളെ നന്നാവാൻ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കുടുംബം നേരാവാൻ 2 കാര്യങ്ങൾ, കുട്ടികളെ നേരാവാൻ 5 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കണം കുട്ടീനെ. ഫസ്റ്റ് കാര്യം അതാണ്. പൂതിച്ച് കിട്ടിയ സാധനം മാത്രമേ നേരാവുള്ളൂ. മൊബൈലാണെങ്കിലും ശരി, നല്ലോണം പൂതിച്ച് കിട്ടിയാൽ നല്ല മൊബൈലേക്കാരം. പൂതിയില്ലാതെ കിട്ടിയാലോ ഒന്നിനും പറ്റാത്ത സാധനേക്കാരം. അല്ലെങ്കിൽ കൊണ്ടുവരാൻ കണ്ട സാധനപ്പത് ടീഷർട്ടാണ് കൊണ്ടു നിൽക്കണത്. ഓനെ തീരെ പൂതി ഉണ്ടായിരുന്നില്ല. കാക്ക ഗൾഫിൽ നിന്ന് വന്നതാണേ. നിങ്ങൾക്ക് മനസ്സിലാകാത്ത മാതിരി ഇരിക്കണം എന്താണെന്ന് അറിയില്ല. കാക്ക ഗൾഫിൽ നിന്ന് വന്നതാണ്. ഇപ്പം വിചാരിച്ചിരുന്നത് മൊബൈൽ കൊണ്ടുവരാനായിരുന്നു. ഓൻ കൊണ്ടുവന്നത് എന്താണ്? ടീഷർട്ടാണ്. ഒരു ഗുണം ഉണ്ടാവില്ല അതിന്. കാരണം എന്താ? പൂതിച്ചതല്ല. പൂതിച്ച് കിട്ടിയാലേ ഗുണം ഉണ്ടാവുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം തന്നെ തീരുമാനിച്ചു എന്ത്? നമുക്ക് 3 കൊല്ലത്തിന് കുട്ടി വേണ്ടട്ടോന്ന്. 2 ആളും കൂടി മുത്തഫഖുൻ അലൈഹി, 2 ആളും കൂടി ഒത്ത് തീരുമാനിച്ചു നമുക്ക് 3 കൊല്ലത്തിന് കുട്ടി വേണ്ട. കുഴപ്പമില്ല, കുറച്ചൊക്കെ അങ്ങനെ പോയി. ഒരു 1.5 കൊല്ലമായപ്പോൾ അതിന് കുട്ടിയായി. സംഗതി ഗർഭമുണ്ടായി. മറ്റേ കാർഡ് കൊടുത്തിട്ട് നോക്കിയപ്പോൾ ചോന്ന 2 വര. അപ്പം മൂപ്പരാകെ ടെൻഷനായി. അസർക്കാരൻ കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടി മമ്മദാക്കാൻ്റെ പീടിയിൽ പോയി കാൽച്ചായ ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അസീസ് മാഷുണ്ട് അപ്പുറത്ത്. സ്കൂളൊക്കെ ലീവാക്കിയിട്ട് ഇരിക്കണം. മൂപ്പരോട് പറഞ്ഞു, മാഷേ സംഗതി പറ്റിച്ചു എന്നാണ് ഇപ്പം തോന്നുന്നത്. പെണ്ണുങ്ങൾക്ക് ഈ മാസം കുളി ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ പിന്നെ പറയണം ആഗ്രഹിച്ച് കിട്ടിയതാണെന്ന്. പറ്റിച്ചു എന്നാണ് ഓന് തോന്നിയത്. അതാണ് ഓൻ അസീസ് മാഷോട് പറഞ്ഞത്. കുട്ടികൾ നന്നാവാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം ആഗ്രഹിച്ച് കിട്ടിയതല്ല, പൂതിയച്ച് കിട്ടിയതാവണം. സംഗതി നേരാവും. നേരാകും എന്ന് പറഞ്ഞാൽ പൂതിയച്ചു സയ്യിദുനാ സക്കരിയ അലൈഹിസ്സലാം. കുറച്ചൻ എനിക്കൊരു കുട്ടീനെ തരണം എന്തായിരുന്നു. അള്ളാഹു തആല കൊടുത്തപ്പോൾ തന്നെ പറഞ്ഞു. കൊടുത്തിട്ടില്ല, അതിൻ്റെ മുന്നേ പറഞ്ഞു, യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ വലം യജ്അൽ ലഹു മിൻ ഖബ്ലു സമീയ വഹനാനം മിൻ ലദുന്ന വകാന തഖിയ വബറം ബിവാലിദൈഹി. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം മുത്തഖിയായ ഒരു കുട്ടിനെയാണ് എനിക്ക് ഞാൻ തരുന്നതെന്ന് കൊടുക്കണതിൻ്റെ മുന്നേ പറഞ്ഞു. എന്താ കാര്യം? പൂതിച്ചിട്ട് കിട്ടിയതാണ്, ആഗ്രഹിച്ച് കിട്ടിയതാണ്. മക്കൾ നേരാവണമെങ്കിൽ ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കണം. അള്ളാഹ് പറ്റിച്ചല്ല റബ്ബെ, അതിനിപ്പം ഞാൻ എന്താ കാട്ടുക? സംഗതി ഇപ്പോൾ കിട്ടും ചെയ്തു. അന്നിപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. എന്താ ചെയ്യുക? കുറച്ച് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കളിയല്ല. അപ്പം എന്താ കാട്ടിയാൽ? ഇസ്തിഗ്ഫാർ കൊണ്ട് മറികടക്കാം. ഇസ്തിഗ്ഫാർ കൊണ്ട് മാത്രമേ എന്ത് വിഷയം മറികടക്കാൻ പറ്റുള്ളൂ. ഇല്ലാമൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. ഏത് കാര്യവും മറികടക്കാൻ ഇസ്തിഗ്ഫാറാണ്. കുറച്ച് ഇസ്തിഗ്ഫാറില്ല. കുട്ടികളില്ലാത്ത സങ്കടം ആരെങ്കിലും പറയുകയാണെങ്കിൽ ആദ്യം ഓരോട് പറയേണ്ടത് 3 കൊല്ലം കുട്ടികൾ വേണ്ടെന്ന് തീരുമാനിച്ചതിന് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കളിയെന്നാണ്. കാരണം എന്താ വെച്ചാൽ ഒരാൾ 3 കൊല്ലം അല്ലെങ്കിൽ 5 കൊല്ലത്തിന് കുട്ടി വേണ്ടെന്ന് തീരുമാനിച്ചാൽ തീരുമാനത്തിനനുസരിച്ചാണ് ഹോർമോൺ വർക്ക് ചെയ്യുക. ഏത് തീരുമാനം മനസ്സിനനുസരിച്ചേ ഹോർമോൺ വർക്ക് ചെയ്യുള്ളൂ. നല്ല പച്ച പുളിങ്ങ, പൊഴുക്കാത്ത പുളിങ്ങ, മരപ്പുളി, നല്ല പച്ച പുളിങ്ങ ഇങ്ങനെ നല്ല പൊടിപ്പ് ഇതിലിങ്ങനെ മുക്കിയിട്ട് അതിങ്ങനെ തിന്നണ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ പുളി ദഹിക്കാൻ ആവശ്യമായ ഹോർമോൺ വായ പ്രൊഡ്യൂസ് ചെയ്യും. ആഗ്രഹത്തിനനുസരിച്ചാണ് ഹോർമോൺ പ്രൊഡ്യൂസിങ് ഉണ്ടാവുക. അപ്പോൾ 3 കൊല്ലം വേണ്ടാന്ന് തീരുമാനിച്ചപ്പോൾ അതിനനുസരിച്ച് അവരിൽ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് ഓന് കുട്ടികളുണ്ടാകത്തിൻ്റെ കാരണമായത്. അതുകൊണ്ട് അത് നേരെ ഓപ്പോസിറ്റ് ആക്കണമെങ്കിൽ ഇബ്ദാൽ വേണം. ഇബ്ദാൽ ഉണ്ടാവണമെങ്കിൽ ഇസ്തിഗ്ഫാർ ചെയ്യണം. അപ്പോൾ അതിന് ആദ്യം അവനെ കൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യിക്കണം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങിയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ കുട്ടികൾ നന്നാണെങ്കിൽ ആദ്യം വേണ്ടത് ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കണം. ഇല്ലെങ്കിൽ ഇപ്പം ആഗ്രഹിക്കണം തന്നെ. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഉദ്ദേശത്തിനനുസരിച്ചുള്ള പേരിടണം. അത് രണ്ടാമത്തെ കാര്യമാണ്. ഈ കുട്ടി എന്തിനുള്ളതാണ് അതിനനുസരിച്ച് പേരിടണം. വലല്ലാലി എന്നൊക്കെ പേരിട്ടിട്ട് പിന്നെ സിറാത്ത് പാലം കടക്കുമ്പോൾ കയ്യുമ പിടിക്കാനാണെന്ന് വിചാരിച്ച സംഗതി നടക്കില്ല. ഒരിക്കലും ഉമർ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ അടുത്ത് കയറി ഒരാൾ വന്നിട്ട് പറഞ്ഞു, മാനവർകളെ എൻ്റെ ചെറുക്കൻ പറഞ്ഞു തന്നെ കേൾക്കൂലായിരുന്നു, അനുസരണ തീരെ അവൻ്റെ അടുത്ത് കൂടി പോയിട്ടില്ലായിരുന്നു. സയ്യിദുനാ ഉമർ ഖത്താബ് റളിയല്ലാഹു ചോദിച്ചു, ഓനെന്താ പേരിട്ട് എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, പേര് ജുആൽ എന്നാണ് പറഞ്ഞു. വണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. നേരാവില്ല, ആദ്യം പോയിട്ട് ആ പേര് മാറ്റിയിട്ട് വായോ എന്ന് പറഞ്ഞു. ഉദ്ദേശത്തിനനുസരിച്ച് പേരിടണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മാതിരി ആക്കാനാണെങ്കിൽ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പേരിടണം. എന്നാൽ അതേമാതിരി ആവും. അങ്ങനെ ഇട്ടവരൊക്കെ അതേമാതിരി ആയിട്ടുണ്ട്. അതാ ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇന്നലെ എനിക്ക് മടവൂർ മക്കാമിൽ പരിപാടി ഉണ്ടായിരുന്നു. CM മടവൂർ. അബൂബക്കർ എന്നാണ് പേര്. ഞാൻ അവിടെ ഈ വിഷയം പറയുകയും ചെയ്തു. അബൂബക്കർ സിദ്ദീഖിൻ്റെ പേരാണെന്ന് കരുതിങ്ങാണ്ട് വാപ്പട്ടിട്ടുണ്ടെങ്കിൽ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഗുണം ഉണ്ടാവും. അത്തിബർ ഉസ്താദിൻ്റെ ആണ്ട് നടക്കുകയാണ്. മുയ്യദ്ദീൻ ഷെയ്ഖിൻ്റെ പേരാണെന്ന് കരുതി വാപ്പ പേരിട്ടുണ്ടെങ്കിൽ ആ ഗുണം ഉണ്ടാവും. പേര് വളരെ പ്രധാനമാണ്. ഉദ്ദേശത്തിനനുസരിച്ച് പേരിടണം. അതിന് കുട്ടികൾക്ക് മാത്രമല്ല, സൂപ്പർ മാർക്കറ്റിന് പേരിടുകയാണെങ്കിലും അങ്ങനെയാണ്. എന്തിനാണ് അതിനനുസരിച്ചുള്ള പേര്? ജീവിക്കാനാണെങ്കിൽ അതിന് പറ്റിയ പേരിടണം. ആളെ പറ്റിക്കാനാണെങ്കിൽ അതിനനുസരിച്ചുള്ള പേര് മതി. എന്തിനാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള പേരിടണം. പേര് വളരെ പ്രധാനമാണ്. അതിപ്പോൾ ഇനി വണ്ടിക്ക് പേരിടുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്, കുട്ടിക്ക് പേരിടുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്, ആർക്ക് പേരിടുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പേര് വളരെ പ്രധാനമാണ്. എൻ്റെ വാപ്പ എനിക്ക് സാലിം എന്നാണ് പേരിട്ടത്. സാലിം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം രക്ഷപ്പെട്ടവരെന്നാണ്. ഞാൻ എവിടെ പോയാലും എങ്ങനെയൊക്കെ കൈസിലായി പോരലുണ്ട്. എൻ്റെ പേരൊരു പ്രധാന ഘടകം തന്നെയാണ്. പേര് പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്, കഴിച്ചിലാവും.
അപ്പം എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യത്തിനനുസരിച്ച് പേരിടണം. ഹാഫിദാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരു പേര് ആദ്യം തന്നെ ഇടണം. ആലിമാക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതിനനുസരിച്ച് പേരിടണം. അല്ല ഫിറൗൻ്റെ മാതിരി ആക്കാനാണെങ്കിൽ അതിനനുസരിച്ചുള്ള പേരിട്ടാൽ മതി. ഏതാണോ അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത്, ഒന്ന് ആഗ്രഹിച്ച് നേടിയതായിരിക്കുക, രണ്ട് ഉദ്ദേശത്തിനനുസരിച്ചുള്ള പേരിട്ടിരിക്കണം. മൂന്നാമത്തെ കാര്യം ഹലാലും തൊയ്യവുമായ ഭക്ഷണം തിന്നാൻ കൊടുക്കണം. നമ്മൾ കഴിക്കണതും അങ്ങനെ ആയിരിക്കണം, കുട്ടികൾക്ക് കൊടുക്കുന്നതും അങ്ങനെ ആയിരിക്കണം. ഹലാലായിരിക്കണം, തൊയ്യബായിരിക്കണം. എല്ലാ ഹലാലും തൊയ്യബാവൂല, എല്ലാ തൊയ്യബും ഹലാലാണ്. തൊയ്യബായാൽ ഹലാലാകും, ഹലാലായതുകൊണ്ട് തൊയ്യബാകണം എന്നില്ല. ഹലാലുകൾ കുറേ ഉണ്ടാവും. ജീവൻ നിലനിർത്താൻ വേണ്ടി പന്നിമാംസം, ചത്ത പന്നിയുടെ മാംസം നിന്നല്ല ഹലാലാണ്. തൊയ്യബാവോ? ഇല്ല, തൊയ്യബാവൂല. എല്ലാ ഹലാലുകളും തൊയ്യബല്ല, ഹലാല് കുറേ ഉണ്ട്. ഹലാലായാൽ പോരാ, തൊയ്യബായിരിക്കണം. ഭക്ഷണം തൊയ്യബായിരിക്കണം, നമ്മൾ കഴിക്കുന്നതും അങ്ങനെ തൊയ്യബായിരിക്കണം. തേങ്ങ കച്ചവടമാണ് മൂപ്പരിക്കേ, തേങ്ങ കച്ചവടമാണ്. 100 തേങ്ങ എണ്ണിടുമ്പോൾ കേടുണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ 10 എണ്ണം ഏറെ. അതിന് കേടൊഴിച്ച എന്നാ പറയാം. കേടൊഴിച്ച 100 തേങ്ങ എണ്ണിടുമ്പോൾ 10 തേങ്ങ ഏറെ ഇടും. കേടൊഴിച്ച, കേടുതിലുണ്ടാവാം, അതിന് കേടൊഴിച്ചു. അവന് 10 മക്കളെ അള്ളാഹു തആല കൊടുക്കണേൽ ഒന്നാണ്ട് കേടൊഴിച്ചു. മനസ്സിലായോ എന്നറിയില്ല. അങ്ങനെ തന്നെ 10 എണ്ണം കൊടുക്കണേൽ ഒന്ന് കേടൊഴിച്ച് കൊടുക്കും. അപ്പോൾ അവൻ്റെ അടുത്ത് തന്നെ കേടൊഴിച്ച് എപ്പോഴും ഉണ്ടാവും, പോകൂല, എവിടേക്കും പോകില്ല. അതന്നെ സംഗതി. എന്താ കാര്യം? ഹലാലായാൽ പോരാ, തൊയ്യബ. കച്ചവടത്തിന് അതിൻ്റെതായ ന്യായങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഹലാലൊക്കെ ആവും. പക്ഷെ ആ 10 എണ്ണം കൂടെ എണ്ണിയിടുമ്പോൾ മുതലിൻ്റെ ഉടമസ്ഥൻ്റെ കൽബിലുണ്ട് ഒരു പിടക്കൽ. ഇതിൽ എന്ത് കേടുണ്ടാവും? ആദ്യം തന്നെ നല്ല നോക്കി മേടിയൊക്കിയിട്ടാവോ എണ്ണിയത്. എന്നിട്ട് പിന്നെ എന്ത് കേടായാലും ഒഴിച്ചാൽ തന്നെ സംഗതി അറിയണത്. അതെല്ലാറ്റിനും ബാധകമാണ്. ഇന്നെല്ലാവരും കച്ചവടക്കാരാണ്, ഒരു നിലക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലക്ക്. എല്ലാവർക്കും കച്ചവടമാണ്. നല്ല അമലാണ് കച്ചവടം, ഒരു പ്രശ്നവുമില്ല. ചെയ്യുന്ന ജോലികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും വളരെ വലിയ കൂലിയുള്ളതുമായ ഒരു കാര്യമാണ്. സിദ്ദീഖ് റളിയല്ലാഹുവിന് കച്ചവടമായിരുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹുവിന് സ്ഥലക്കച്ചവടമായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹുവിന് ടെക്സ്റ്റൈൽസാണ്, ഉമർ ഖത്താബിന് സ്ഥലക്കച്ചവടമാണ്, ബ്രോക്കറാണ് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒരു പ്രശ്നമില്ല, കച്ചവടത്തിനല്ല പ്രശ്നം, ചെയ്യണത് നേരങ്ങത്തിലാണ്. അതിപ്പോൾ കച്ചവടത്തിന് അങ്ങനെയൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവൂലേ, മക്കളിൽ കുറച്ചൊക്കെ ഇങ്ങനെ ഉണ്ടാവും, അതന്നെ ഇങ്ങനെ ചേച്ചിങ്ങാണ്ടൊക്കെ ഉണ്ടാവും. അതന്നെ സംഗതി. കച്ചവടമാകുമ്പോൾ അങ്ങനെയൊക്കെ കുറേ വർത്താനം. രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കുറച്ചൊക്കെ നുണ പറയേണ്ടി വരുമല്ലേ ചില ആൾക്കാർ പറയും. രാഷ്ട്രീയം എന്താ നുണ അറിയാനുള്ള സർട്ടിഫിക്കറ്റാ? അങ്ങനെയൊന്നുമില്ല. ഗൗസുൽ വലിയ രാഷ്ട്രീയക്കാരനാണല്ലോ. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു 4 അബ്ബാസിയാക്കളുടെ കാലഘട്ടത്തിൽ ഭരണത്തിൽ പങ്കുചേർന്ന രാഷ്ട്രീയക്കാരനായിരുന്നു ഗൗസുൽ ആദം. ഗൗസുൽ ആദം രാഷ്ട്രീയക്കാരനാണ്. മുഹമ്മദ് നബി രാഷ്ട്രീയക്കാരനല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം? സുലൈമാൻ നബി അലൈഹി ഇസ്ലാം രാഷ്ട്രീയക്കാരനല്ലേ? ദാവൂദ് നബി അലൈഹി ഇസ്ലാം രാഷ്ട്രീയക്കാരനല്ലേ? രാഷ്ട്രീയത്തിൽ എന്താണെന്ന് അറിയാൻ പറ്റുമോ? അമ്പിയാക്കളെ നിൽക്കും, ഔലിയാക്കൾ നിൽക്കും, ഇങ്ങനെയൊന്നുമില്ല. അതൊക്കെ വെറുതെ പറയാം. കച്ചവടമാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും കുറച്ചൊക്കെ. സുബഹി നിസ്കാരത്തിന് 5 വക്തിനും പള്ളിക്ക് വരും, സുബഹിക്കും പള്ളിക്ക് ഉണ്ടാവും. സുബഹി കഴിഞ്ഞിട്ട് ഒരു ജുസ് ഖുർആൻ ഓതും. എന്നിട്ട് മൂപ്പര് പോയിട്ട് സൂപ്പർ മാർക്കറ്റ് തുറന്നു വെച്ചിട്ട് ചൈനയിൽ നിന്ന് സാധനം ഇറക്കിയിട്ട് ജപ്പാൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് പിറ്റത്തെ റമദാൻ മാസത്തിൽ ഉംറയ്ക്ക് ഈ സ്റ്റിക്കർ മാറ്റിയ സാധനം കൊണ്ട് ഉംറയ്ക്ക് ആർക്കാ ഓൻ്റെ ഉംറ വേണ്ടത്? ആദ്യം സ്റ്റിക്കർ നേരാക്കിയിട്ട് വേണം ഉംറയ്ക്ക് പോകാൻ. ഹലാലാകാൻ ഒരുപാട് വഴിയുണ്ടാവും. തൊയ്യബായിരിക്കണം ഭക്ഷണം തിന്നണത്. നിങ്ങൾ പറയാൻ മറന്നാലും ഞാൻ വരാൻ മറക്കണ്ടെന്ന് കരുതിങ്ങാണ്ട് ഇങ്ങോട്ട് പോകുന്നതാണ് എന്ന് കല്യാണത്തിനെ. പോണേന് കുഴപ്പമൊന്നുമില്ല, ചോറ് കഴിച്ചരുത്. ചോറ് അഭിമാനമില്ലാത്ത ഭക്ഷണം തൊയ്യബാവില്ല. അഭിമാനമില്ലാത്ത ഭക്ഷണം തൊയ്യബാവില്ല. ഈ കുറ്റിപ്പുറത്തുനിന്ന് പാലം കടന്നിട്ട് ഇങ്ങനെ തവനൂർ പോകുന്ന ഭാഗത്തൊരു സ്ഥലത്ത് ഗൾഫിൽ നിന്ന് നമ്മളൊരു സുഹൃത്ത് ഏൽപ്പിച്ചൊരു പരിപാടിക്ക് പോയി. ഗൾഫിൽ ഒരു പരിപാടിക്ക് മെനക്കെട്ടാൽ വിളിച്ചിട്ട് പിന്നെ ഒരു സുഖം ധൈര്യം ഉണ്ടാവില്ല. ഏൽക്കോളം വിളിച്ചു. അങ്ങനെ ഏറ്റവും അയാൾ ഇവിടെ നാട്ടിലുമില്ല, പോയി. അങ്ങനെ ചെന്ന് ഇങ്ങനെ വന്നപ്പോൾ പിന്നെ പരിപാടിയുള്ള ഏലും മാലൊന്നും ആയിട്ടില്ല. ആൾക്കാരൊക്കെ വരുന്നു, മയക്കും ഒച്ചപ്പെടുന്നുള്ളൂ. സംഘാടകരനോട് പറഞ്ഞു, ഭക്ഷണം ഈ പെരയിലാണ്, നമുക്ക് ഭക്ഷണം കഴിച്ചും കണ്ടിട്ട് വരാറുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ ഭക്ഷണമൊന്നും വേണ്ട, നമുക്ക് അവിടെ ഇരിക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാമെന്നു. ചെന്ന് ബെല്ലടിച്ചിട്ട് നമ്മളിങ്ങനെ അന്തം വിട്ടു നിന്നു. അവസാനം വീട്ടുകാരൻ വന്ന് വാതിലൊക്കെ തുറന്ന് ചെന്നിങ്ങനെ ഇരുന്നപ്പോൾ അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞ് ഓലേ ഇപ്പോഴാ വന്നുങ്ങാണ്ട് വയത് പറയാൻ വരുന്ന മൂലർക്ക് ചോറ് വേണമെന്ന് പറഞ്ഞത്. ഇപ്പോഴൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്താ കാട്ടുക? ഞാനാണെങ്കിൽ തൃശ്ശൂർ ആശുപത്രിയിൽ പോയിട്ട് ഇപ്പോൾ ഉണ്ട് എത്തിയതുള്ളൂ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് രാത്രി നോലുമ്പാണ് എന്ന് പറഞ്ഞില്ല. മനസ്സിൽ വിചാരിച്ചിട്ട് ഭക്ഷണം വേണ്ടായിരുന്നു, തിന്നാൻ പാടില്ല. മനസ്സിന് തൃപ്തിയില്ലാതെ തരുന്ന ഭക്ഷണം തൊയ്യബാവില്ല. അതൊരിക്കലും. ഇനിയിപ്പോൾ പണ്ടാറടക്കാൻ പള്ളിക്കത്തെ മൂലയിലെ ചിലവാണ് ഇപ്പോൾ നാളെയെന്ന്. അത് തിന്നരുതേ, പണ്ടാറടക്കും. ഈ ഏറ്റവും രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നത് പള്ളിക്കത്തെ മൂല്യന്മാരാണല്ലോ. ഏറ്റവും രുചിയുള്ള ഭക്ഷണം ആരാ കഴിക്കുക? പള്ളിക്കത്തെ. എന്താ കാര്യം എന്ന് നിങ്ങൾ
അതിൻ്റെ കാര്യം ഒരാഴ്ച മുമ്പ് മുതൽ തന്നെ വീട്ടിലുള്ള പെണ്ണുങ്ങൾ ഇനിയിപ്പോൾ വ്യാഴാഴ്ച മൊയിലേറെ ചിലവാണ്, ഇനി വ്യാഴാഴ്ച മൊയിലേറെ ചിലവാണെന്ന് ഇങ്ങനെ ആലോചിക്കും എന്നതാണ് അതിൻ്റെ കാരണം. അതേ ആലോചന പടച്ചോനെ 9 മണിയായാൽ പുതിയാപ്പിള വരുമല്ലോ, അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കണമല്ലോ എന്ന് ആലോചിച്ചാൽ ആ ഭക്ഷണത്തിനും അതേ രുചി കിട്ടും. ചിന്തയാണ് യഥാർത്ഥത്തിൽ വലിയ സംഗതി. ഖൽബ് ഭക്ഷണത്തിൽ ഉണ്ടാവണം, എന്നാൽ മാത്രമാണ് അതിലൂടെ സ്നേഹം പകരുന്നത് എന്ന് സാന്ദർഭികമായി മനസ്സിലാക്കുക. അപ്പം എന്താ കാര്യം വെച്ചാൽ ത്വയ്യിബായ ഭക്ഷണം കഴിക്കണം, ത്വയ്യിബായ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊടുക്കും വേണം. സക്കാത്ത് ത്വയ്യിബാകുമെന്ന് എനിക്കറിയില്ല. എന്തായാലും വെറുതെ കിട്ടണ മുതലിൽ നല്ല മുതലല്ല സക്കാത്ത്. നല്ലതാണെങ്കിൽ തങ്ങന്മാർക്ക് കൊടുക്കാൻ പറയുമല്ലോ, തങ്ങന്മാർക്ക് കൊടുക്കാനും പറ്റൂല, ഓരോക്കെ വാങ്ങാനും പറ്റൂല എന്നാണ് പറഞ്ഞത്. പിന്നെ അതിൻ്റെ തൊട്ട് മേലെയാണ് സ്വതക്ക നിൽക്കുക, അതിൻ്റെ മേലെയാണ് ഹിബത്ത് നിൽക്കുക, ടോപ്പിൽ നിൽക്കുന്നത് ഹദിയയാണ്, സമ്മാനം, ബഹുമാനാർത്ഥം ഒരാൾക്ക് നൽകുന്നതിനാണ് ഹദിയ എന്ന് പറയുന്നത്. മുഹമ്മദ് നബിയുടെ വരുമാനം ഹദിയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾക്ക് എന്തായിരുന്നു ജോലി? ആടിനെ വെക്കാൻ പോയത് പണ്ട് ചെറുപ്പത്തിൽ തമ്രത്തിൻ്റെ കൂടെയാണ്. കച്ചവടത്തിന് പോയത് ഖദീജ ബീവിൻ്റെ 25-ാമത്തെ വയസ്സിലാണ്, 40-ലാണ് നുബുവത്ത്. നുബുവത്തിന് ശേഷം നബി തങ്ങളുടെ ജോലി എന്തായിരുന്നു? ഹദിയായിരുന്നു നബി തങ്ങളുടെ വരുമാനം. ആർക്കും കൊടുക്കാം, ആർക്കും വാങ്ങാം, നല്ല വരുമാനമാണ് ഹദിയ എന്ന് പറയുന്നത്, ഒരു കുഴപ്പമില്ല. ആർക്ക് നമ്മൾ എന്ത് കൊടുക്കുകയാണെങ്കിലും സ്വതക്ക എന്ന് പറഞ്ഞാണ്ട് കൊടുക്കരുത്, ഹദിയ എന്ന് പറഞ്ഞാണ്ട് കൊടുക്കണം. സ്വതക്കയേക്കാൾ പുണ്യമുള്ളതാണ് ഹദിയക്ക്. കൊടുക്കുമ്പോൾ ദ്വാരക്കാൻ പറയരുത്, കാരണം ദ്വാരൻ്റെ കൂലി കുറവും ഹദിയൻ്റെ കൂലി കൂടുതലാണ്. സ്വർണത്തിൻ്റെ സൂചി കൊടുത്തുകൊണ്ട് ആരെങ്കിലും വെള്ളിൻ്റെ സൂചി വാങ്ങുക. പണ്ട് ഉമ്മാമാൻ്റെ സൂചി കളവ് പോയി കാണാനില്ലാതായി ഇത്രേ. അതിൽ ഉമ്മാമ പറഞ്ഞു ആ കളഞ്ഞുപോയ സൂചി കൊണ്ട് കിട്ടിയാൽ പള്ളിക്കൊക്കെ ഞാനൊരു പൊന്നിൻ്റെ സൂചി കൊടുക്കുന്നതാണ്. അപ്പം ഉമ്മാമാനോട് ആരോ ചോദിച്ചു, ഉമ്മാമ ഒരു പൊന്നിൻ്റെ സൂചി പള്ളിക്കൊക്കെ കൊടുക്കണേക്കാൾ നല്ലത് നിങ്ങൾക്ക് എത്രങ്ങാനും സൂചി ആ പൈസ കൊണ്ട് വാങ്ങാം എന്ന് പറഞ്ഞപ്പോൾ ഉമ്മാമ തമാശയാണ് ഇതൊക്കെ കേട്ടോ. ഉമ്മാമ പറഞ്ഞു, മോനെ പൊന്നിൻ്റെ സൂചി കൊടുക്കാനല്ല, നമ്മളാ പോയ സൂചി ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ദ്വാരക്കാൻ പറഞ്ഞങ്ങാണ്ട് വലിയതിൻ്റെ കൂലി കുറക്കണ്ട, അങ്ങനെയാണ്. വലിയ പള്ളി ഉണ്ടാക്കി 60 ലക്ഷം റുപ്യൻ്റെ 70 ലക്ഷം റുപ്യ 1 കോടി റുപ്യൻ്റെ വലിയ പള്ളി ഉണ്ടാക്കി. ഉദ്ഘാടനത്തിൻ്റെ അന്ന് ജ്വല്ലറിക്കാരൻ പങ്കെടുക്കണ്ടോ? شفاعته يوم القيامة إنك لا تخلف الميعاد. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. എന്താ പറഞ്ഞാൽ വലിയ 1 കോടി റുപ്യ ചിലവാക്കിയിട്ട് പള്ളി ഉണ്ടാക്കി. പിന്നെ പള്ളി ഉണ്ടാക്കിയതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് നാട്ടിലത്തെ ജ്വല്ലറിക്കാരൻ വരുമ്പോൾ വലിയ 2000 റുപ്യൻ്റെ ക്ലോക്ക് കൊടുത്തിട്ട് മിഹ്റാബിൻ്റെ നേരെ മുന്നിൽ ആര് കൈയെട്ടിയാലും കാണുന്ന ആ രൂപത്തിലാണ് തൂക്കി വെച്ചു. അപ്പോൾ എൻ്റെ ജ്വല്ലറിയുടെ പരസ്യം എന്താ? ഇപ്പോൾ 1 കോടി റുപ്യക്ക് പള്ളി ഉണ്ടാക്കിയവർക്ക് 2000 റുപ്യക്ക് ഒരു വാച്ച് വാങ്ങാനുള്ള പൈസ അല്ലേ? ഈ പരസ്യം വെക്കേണ്ട വല്ല കാര്യമുണ്ടായി? ചിലപ്പോൾ ഈ പരസ്യം വെക്കാൻ വേണ്ടി ക്ലോക്ക് കൊടുക്കുന്ന ആൾ പള്ളിപ്പണിക്ക് കുറേ പൈസ കൊടുത്തിട്ടുണ്ടായിരിക്കും, ശരിയാണ്. പക്ഷെ അവൻ കൊടുത്തോടത്തോളമുള്ള ആ പൈസ ഈ ഒരു ക്ലോക്കും വെച്ച് കണ്ട് ബാത്തിലാക്കേണ്ട കാര്യം എന്താ? മനുഷ്യന്മാരെ ആലോചിക്കാറ്റുള്ള കാര്യമുള്ള അപ്പോൾ അതൊക്കെ. ഇവിടുത്തെ സംഘാടകരാരാണെന്ന് വെച്ചാൽ ആ വാച്ച് നിന്നിട്ടുണ്ട്, അത്തിപ്പറ്റസ്ഥാനം നിന്ന വാച്ച് കണ്ടാൽ എടുത്തു വെച്ചില്ലെങ്കിൽ ചീത്ത പറയുമായിരുന്നു. ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. തെറ്റായ വിവരം സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അത് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം. കാരണം ഇപ്പോൾ 12:15 ആ വാച്ച് ഇപ്പോൾ തെറ്റായ വിവരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 7:45 എന്നാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാധനം. അതുകൊണ്ട് അത് വെക്കാൻ പാടില്ല. ബർക്കത്ത് പറയുന്നു, ഉസ്താദ് പറയാറുണ്ട്. അതുകൊണ്ട് അതെടുത്ത് മാറ്റുകയും ബാറ്റൊക്കെ ഇട്ട് ഉഷാറാക്കിയതിന് ശേഷം വെക്കുകയും വേണം. സാന്ദർഭികമായി പറഞ്ഞതാണ്. സാന്ദർഭികമായ പറച്ചിലാണ് ഏറ്റവും വലിയ പറച്ചിൽ, അങ്ങനെയുള്ള സംഗതി. അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരിപാടികൾ. അതിപ്പോൾ എന്താ പറയാൻ കാരണം എന്നറിയില്ല. ഏതായാലും ഹലാലും തയ്യുമായ ഭക്ഷണം കൊടുക്കണം. ഒന്നാമത്തേത് ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കണം. രണ്ടാമത്തേത് ഉദ്ദേശത്തിനനുസരിച്ച് പേരിടണം. മൂന്നാമത്തേത് ഹലാലും തയ്യുമായ ഭക്ഷണം കൊടുക്കണം. നാലാമത്തേത്
ദീനിയും ദുന്യവിയുമായ ഇൽമ പഠിപ്പിക്കണം. ശരിക്കും ഈ ദീനിയായ ഇൽമ ദുന്യവിയായ ഇൽമ കണ്ട് ഇൽമ രണ്ടെണ്ണം ഇല്ല നമ്മൾ നേരത്തെ പറഞ്ഞു. ദീനിയായ ലക്ഷ്യത്തിന് വേണ്ടി പഠിക്കുന്ന ഏത് വിവരവും ദീനിയായ വിവരമാണ്. ജീവിക്കാൻ ആവശ്യമായ വിജ്ഞാനമാണ് ഏറ്റവും വലിയ വിജ്ഞാനം. ഒരാൾ കുറേ പഠിച്ചു, അവന് ജീവിക്കാൻ ഒരു വകയില്ലെങ്കിൽ അതിന് വിവരം എന്നൊന്നും പറയില്ല. ദീനിയായി ജീവിക്കാൻ ആവശ്യമുള്ള വിവരം എന്താണോ അത് പഠിപ്പിക്കണം. ദീനിയായ ലക്ഷ്യത്തിൽ പഠിപ്പിക്കണം. അപ്പോഴാണ് സംഗതി ക്ലിയർ ആകുക. ഒരാൾ സ്കൂൾ 3-ാം ക്ലാസ്സുള്ളൂ വെച്ചാൽ മദ്രസയും 3-ാം ക്ലാസ് ആണെങ്കിൽ ഒരു കുഴപ്പം പറ്റൂല. അല്ലുണ്ട് എന്നുള്ളതിന് എന്താ തെളിവ് എന്ന് ചോദിച്ചാൽ കൈക്കോട്ടുണ്ടായി കൊണ്ട് തല മാറിയിട്ട് തെളിവ് എനിക്ക് അപ്പം കാണിച്ചു തരടാ എന്ന് പറയും 3-ാം ക്ലാസ്സുകാരൻ. ഒരു കുഴപ്പമില്ല അവനെ സംബന്ധിച്ച്. അതേസമയത്ത് ഭൗതികമായിട്ട് +2 ആണെങ്കിൽ മദ്രസയിലും +2 ഉണ്ടാവണം. ഭൗതികമായി PhD ഉണ്ടെങ്കിൽ ഇസ്ലാമിലും PhD ഉണ്ടാവണം. ഭൗതികമായിട്ട് MBBS ആണെങ്കിൽ ഇസ്ലാമിലും MBBS ആയിരിക്കണം. ഭൗതികമായി എഞ്ചിനീയർ ആണെങ്കിൽ ഓൻ ഇസ്ലാമിലും എഞ്ചിനീയർ ആയിരിക്കണം. ഭൗതികം എത്ര പഠിച്ചോ അത്ര ദീനും പഠിച്ചാലേ, അല്ലെങ്കിൽ കുറേ ആണ്ട് കഴിയുമ്പോൾ തോന്നും എന്തിനാ അതൊക്കെ മൂല്യന്മാരുണ്ടാക്കിയതാണെന്ന് തോന്നും. പണ്ഡിതന്മാർ എന്ന് പറയുന്ന വേഷധാരികളായ പൂജാരികൾ ഉണ്ടാക്കി തീർത്ത ഓരോ കാട്ടിക്കൂട്ടലാണ് ഇതെല്ലാം എന്ന് തോന്നും കുറച്ചു കഴിയുമ്പോൾ, രണ്ടും ഒരേമാതിരി പഠിച്ചില്ലെങ്കിൽ. അതുകൊണ്ട് ഭൗതികം എത്ര പഠിച്ചോ അത്ര ദീൻ പഠിക്കണം. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ അള്ളയും അള്ളാൻ്റെ റസൂലും ഖുർആനും ഹദീസും ഒക്കെ മുഹമ്മദ് നബിയൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ്റെ വിവരത്തിനനുസരിച്ചാണ് അയാളോട് സംസാരിക്കുക. എഞ്ചിനീയറോട് ഹദീസ് സംസാരിക്കുന്നത് എഞ്ചിനീയറിംഗ് ആയിരിക്കും. ഡോക്ടറോട് ഹദീസ് സംസാരിക്കുന്നത് ഡോക്ടർ ഭാഗമായിരിക്കും. ഒരാളുടെ വിവരം എന്താണോ അതിൻ്റെ മേലെയാണ് ഹദീസ് സംസാരിക്കുക, അല്ലെങ്കിൽ ഖുർആൻ സംസാരിക്കുക. അല്ലമൽ ഇൻസാന മാലം യാലം, മനുഷ്യന് അവൻ അറിയാത്തത് പഠിപ്പിച്ചു. എപ്പോൾ അറിയാത്തത്? എപ്പോഴും അറിയാത്തത്. എപ്പോഴെല്ലാം ഓൻ അറിവുണ്ടോ ആ അറിവിൻ്റെ മേലെ, അറിവിൻ്റെ പരിധിയിൽ വരാത്ത കാര്യം ഇസ്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരാൾ എത്ര പഠിച്ചാലും അതിൻ്റെ മേലെ ഇസ്ലാം നിൽക്കും. ഒരു കാര്യം മേലൊക്കെ എപ്പോഴും നിൽക്കുള്ളൂ. അതുകൊണ്ട് പഠിക്കുന്നതിനനുസരിച്ച് നബി തങ്ങളെ പഠിക്കേണ്ടി വരും, സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പഠിക്കേണ്ടി വരും. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസ് എടുത്താൽ അത് ഫഖീഹിനോട്, കർമ്മശാസ്ത്ര പണ്ഡിതനോട് ആ ഹദീസ് ഫിഖ്ഹാണ് പറയണത്. അതേസമയത്ത് ഹദീസ് പണ്ഡിതനോട് ആ ഹദീസ് ഹദീസാണ് പറയുക. വൈദ്യനോട് ആ ഹദീസ് വൈദ്യം പറയും. എഞ്ചിനീയറോട് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസ് എഞ്ചിനീയറിംഗ് ആണ് പറയുക. മൈക്കക്കാരനോട് ആ ഹദീസ് മൈക്ക് നേരാക്കുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. കമ്പ്യൂട്ടറുകാരനോട് ആ ഹദീസ് കമ്പ്യൂട്ടറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ബ്രോക്കറോട് ആ ഹദീസ് ബ്രോക്കർ ജോലിയെക്കുറിച്ചാണ് പറയുന്നത്. രാഷ്ട്രീയക്കാരനോട് ഈ ഹദീസ് രാഷ്ട്രീയമാണ് പറയുന്നത്. ഇതാണ് ഹദീസുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് എത്ര പഠിച്ചാലും അതിൻ്റെ മേലെ ഇസ്ലാമിനെ പഠിക്കാൻ തയ്യാറാവണം. അങ്ങനത്തെ ഒരിക്കലും നിലനിൽക്കാൻ കഴിയുള്ളൂ. ഇസ്ലാമിനെ പഠിക്കാൻ ഏറ്റവും എളുപ്പ വഴി മുഹമ്മദ് നബിയെ പഠിക്കലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ മുഹമ്മദ് നബിയിലുണ്ട് എന്നതാണ്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ പഠിക്കാനും പഠിപ്പിക്കാനും തയ്യാറാവണം. ഇതിപ്പോൾ എന്താ വെച്ചാൽ 7-ാം ക്ലാസ് പാസ്സാകുമ്പോഴേക്ക് 2 സർട്ടിഫിക്കറ്റ് കിട്ടും സമസ്തേന്ന്. അത്യാവശ്യം പെൺകുട്ടിനെ കാണാൻ വരുമ്പോൾ ചോരുമ്പോൾ തൂക്കിയത് കണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കാൻ 2 സർട്ടിഫിക്കറ്റൊക്കെ ധാരാളം. അതാണെങ്കിൽ മൂല്യന്മാർ പിന്നെ ഫ്രെയിം ചെയ്ത് കണ്ട് തരും ചെയ്യും. റബീഉൽ അവ്വൽ 12 ഇനി ഒന്നും ചെയ്യാറില്ല, കൊണ്ടുപോയി തൂക്കിയാൽ മതി. പെണ്ണ് കാണാൻ വരുമ്പോൾ അങ്ങനെ അത്യാവശ്യം പുതിയാപ്പുണ്ടപ്പം വന്നവർക്ക് ഇങ്ങനെ നോക്കിയിട്ട് വയസ്സ് അത് നോക്കാൻ വേണ്ടി 2 സർട്ടിഫിക്കറ്റ് ധാരാളമാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ അവിടെ നിന്ന് പഠിക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് നമ്മൾ വിചാരിച്ചത്. ഞാനൊരു സത്യങ്ങളോട് പറയാം, ഈ വൈജ്ഞാനിക നിരാശാരോഗം എന്നൊരു രോഗമുണ്ട്. പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടം അത് ഏറ്റവും കൂടുതലുള്ള സ്ത്രീകൾക്കാണെന്നാണ്. ആണുങ്ങൾക്ക് ഉണ്ടാവില്ല. ആണുങ്ങൾക്ക് ഇല്ലാതിരിക്കാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ മതപ്രഭാഷണങ്ങൾക്കുള്ള അവസരം, വെള്ളിയാഴ്ച പള്ളിയിൽ വെച്ചുകൊണ്ടുള്ള ഉത്ബോധനങ്ങൾ കേൾക്കാനുള്ള അവസരം, ഇങ്ങനെ കുറേ അവസരം ഉള്ളതുകൊണ്ട് ആണുങ്ങൾക്ക് അത് തോന്നൂല. സ്ത്രീകളെ സംബന്ധിച്ച് പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടം വളരെ കൂടുതലാണ്. അതിനെയാണ് വൈജ്ഞാനിക നിരാശാരോഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏത് കാലത്തും പഠിക്കണം, മരിക്കോളം പഠിക്കണം, പഠിച്ചുകൊണ്ടേയിരിക്കണം. കുട്ടികൾ നന്നാവണമെങ്കിൽ ദീനിയും ദുന്യവിയുമായ വിജ്ഞാനം പഠിപ്പിക്കണം എന്നതാണ് 4-മത്തേത്. 5-മത്തേത്, വാപ്പി ഉമ്മയും കുട്ടികൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ദ്വാരക്കണം. ദ്വാരപ്പിക്കും നമ്മൾ ദ്വാരക്കൂല. എന്തായാലും പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾ സാലിഹാൻ വേണ്ടി ദ്വാരക്കാൻ 313, 1001, 2020 ഒക്കെ കൊടുക്കും. നിങ്ങൾ ദ്വാരന കിട്ടും, എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് പോകാണ്ട്. ഓൻ എന്ന് ദ്വാരക്കാൻ നേരമുണ്ടോ അന്ന് നേരമാവും. എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ നമ്മളെല്ലാവരും തയ്യാറാണ്. നമുക്ക് ദ്വാരക്കാൻ നേരമില്ല. ദ്വാരക്കാൻ ഒറ്റക്ക് ദ്വാരക്കാൻ ഭയങ്കര പിഷ്കത്തരാണ്. മഗ്‌രിബിക്ക് പള്ളിയിൽ ദ്വാസമ്മേളനമൊക്കെ നടത്തും നമ്മൾ. അതിനൊക്കെ നമുക്ക് ഭയങ്കര കുറേ യാത്രക്കാരൊക്കെ നിസ്കരിച്ചാൻ വേണ്ടി കയറി കൊടുത്ത് എന്ത് ചെയ്യും, മഗ്‌രിബിക്ക് ദ്വാസമ്മേളനം മഗ്‌രിബിക്കാരം കഴിഞ്ഞിട്ടേ. എന്നാൽ നമ്മളൊന്ന് ഒറ്റക്ക് സുബീകരിച്ചാണ്ടോ അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കരിച്ചിട്ടോ ഒന്ന് ദ്വാരക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പിഷ്കത്തരാണ്. ദ്വാരക്കൂല. ഈ ദ്വാരക്കാണെങ്കിൽ തന്നെ ഇന്റർനാഷണൽ ദ്വാരക്കേ ദ്വാരക്കുള്ളൂ. പഠിച്ചോനെ ക്യാൻസർ തരരുതേ, കുഷ്ഠം തരരുതേ, വെള്ളപ്പാണ്ട് തരരുതേ, റോഡിൽ ചതച്ചരക്കല്ലേ, അള്ളാഹുവെ പെട്ടെന്ന് മരിപ്പിക്കല്ലേ, കുട്ടിനെ എത്തീമാക്കല്ലേ. അള്ളാഹു താലാൻ്റെ പരിപാടിയുള്ള പോനി പറഞ്ഞൊക്കെ കുട്ടികളെ എത്തീമാക്കൽ പഠിച്ചവൻ്റെ പരിപാടി, റോഡിൽ അരക്കലുള്ളപ്പോൾ അള്ളാൻ്റെ പരിപാടി. ഇങ്ങനെയൊക്കെ ഇന്റർനാഷണൽ ദ്വയ ദ്വാരക്കുക. പഠിച്ചോനെ പനി തരരുതേ, തലവേദന തരരുതേ, ചാറിൽ ഉപ്പേറിക്കരുതേ, അതൊന്നും ദ്വാരക്കൂല നമ്മൾ. എന്താ കാര്യം? അതൊക്കെ ഇപ്പോൾ ചെറിയ ചെറിയ കാര്യമല്ല, നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണമല്ലോ ഉള്ളൂ എന്ന് ചിന്തിക്കുകയാണ് നമ്മൾ. ഇതാണ് ദ്വായയിലെ പിഷ്കത്തരം എന്ന് പറഞ്ഞത്. ഒരു മനുഷ്യൻ്റെ ജീവിതം മാറും ചെറിയ കാര്യത്തിൽ ദ്വാരക്കാൻ തുടങ്ങിയാൽ എന്നാ.
ചെറിയ ചെറിയ കാര്യത്തിൽ ദുആ ചെയ്യാൻ തുടങ്ങിയാൽ ജീവിതത്തിന് വലിയ മാറ്റം ഉണ്ടാകുമെന്നാണ്. സ്വകാര്യതയിൽ നമുക്ക് വേണ്ടിയുള്ള ചില ദുആകൾ ഉണ്ടായിരിക്കണം. നിങ്ങൾ എന്നോട് ദുആർന്നോളി, ഞാൻ നിങ്ങൾക്ക് തന്നോളാം എന്ന് അള്ളാഹു തആല പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, തരാൻ വേണ്ടി പറഞ്ഞത് തന്നെയാണ്. തരാൻ വേണ്ടി പറഞ്ഞത് തന്നെയാണ്. നമ്മൾ ചോദിക്കാൻ തയ്യാറാവണം എന്നേ ഉള്ളൂ. അതുകൊണ്ട് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ദുആർക്കണം. ഇമ്മാൻ്റെയും വാപ്പാൻ്റെയും ദ്വാൻ്റെ അത്രേ മക്കളെ സംബന്ധിച്ച് ഇജാബത്തുള്ള ദുആ വേറെ ഉണ്ടാവില്ല. ചരിത്രം നമ്മളിങ്ങനെ പരിശോധിച്ചാലേ ഒരുപാട് പ്രധാനികൾക്ക് ഉമ്മാരെ ദ്വയാണുള്ളത്. മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു ജന്മനാ കണ്ണു കാണാത്തയാളായിരുന്നെന്ന് മഹാനവറുകളുടെ താരീഖിലുണ്ട്. ഉമ്മാൻ്റെ ദ്വയാണ്. ഇമ്മാൻ്റെ ദ്വ എന്നിട്ട് കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയിട്ട് 4000 പണ്ഡിതന്മാരെ നേരിൽ കണ്ട് ഇൽമ നേടി ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇമാമുനാ ബുഖാരി. 4 ഉസ്താദ്മാരെന്നെ മര്യാദയ്ക്ക് നമുക്കില്ല. അതിൽ തന്നെ 1-ാം ക്ലാസ്സിലെ ഇബ്രാഹിം അല്ലാക്കാനെ ഓർമ്മയില്ല. അങ്ങനെയാണ്. 1-ാം ക്ലാസ്സിലെ ഉസ്താദ്മാരെ നമുക്ക് അധികം ഓർമ്മ ഉണ്ടാവില്ല. സത്യത്തിൽ അദ്ദേഹം പഠിപ്പിച്ചു തന്ന അലിഫ് എന്ന അക്ഷരത്തിൽ നിന്നാണ് PhD വരെ എത്തിയിട്ടുള്ളത്. പക്ഷെ മുമ്പ് നമ്മൾ മറന്നു. എന്താ കട്ട മര്യാദക്ക് 4 ഉസ്താദ്മാരെന്നെ ഇല്ല എന്നുള്ളവരൊട്ട് ഓർമ്മയില്ല. അല്ലെങ്കിലോ പാഠം കുൽഫുള്ളതാണ്, അതിൽ 4 തെറ്റും എന്ന് പറഞ്ഞ മാതിരിയാണ് സംഗതി. ഉസ്താദ്മാരെ എണ്ണം തന്നെ വളരെ കുറവാണ്, ഉള്ളവരൊട്ട് ഓർമ്മയില്ല ഈ കോലത്തിലാണ്. എന്താ ഞാൻ പറഞ്ഞു വെച്ചാൽ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉമ്മാൻ്റെ ദ്വയാണ്. മുഹിയുദ്ദീൻ ഷെയ്ഖിന് ഉമ്മാൻ്റെ ദ്വയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇമാമുനാ ഷാഫി റളിയല്ലാഹു അൻഹു ഉമ്മാൻ്റെ ദ്വ കിട്ടിയതാണ്. ഉമ്മാരും വാപ്പാരും മനസ്സറിഞ്ഞ ദ്വ കിട്ടിയ എല്ലാവരും വലിയ വലിയ ആൾക്കാരായിട്ടുണ്ട്, ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടുണ്ട്, ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ആളുകളായി മാറിയിട്ടുണ്ട്. സൂഫിയാക്കളിൽ പ്രധാനിയായിരുന്നു സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾക്ക് മാതാപിതാക്കളുടെ ദ്വയാകുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവർക്കൊക്കെ ഉമ്മാൻ്റെ ദ്വയാണ് കിട്ടിയിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. അപ്പോൾ ഉമ്മാൻ്റെ ദ്വ കിട്ടിയാൽ, വാപ്പാൻ്റെ ദ്വ കിട്ടിയാൽ അവർ വളരെ പ്രധാനികളാവും. അൽ വാലിദു ഔസത്തു അബ്വാബുൽ ജന്ന, മാതാപിതാക്കൾ സ്വർഗത്തിൻ്റെ നടുവിലെ വാതിലാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉമ്മയും വാപ്പയും മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ദുആർക്കണം. ഈ 5 കാര്യങ്ങൾ ഉണ്ടായാൽ കുട്ടികൾ നേരായി. ആദ്യത്തെ 2 കാര്യങ്ങൾ ഉണ്ടായാൽ കുടുംബം നേരായി. എപ്പോഴും വീട്ടിൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ചർച്ചാ വിഷയമാവണം. എന്ത് വിഷയമാണെങ്കിലും, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നബിതങ്ങളെ അനുധാവനം ചെയ്യുക, പിന്തുടരുക. അള്ളാഹു റസൂൽ ചെയ്ത അതേമാതിരി ചെയ്യുക. നബിതങ്ങൾ ഉറങ്ങിയ മാതിരി ഉറങ്ങുക, നബിതങ്ങൾ എഴുന്നേറ്റ മാതിരി എഴുന്നേൽക്കുക. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉറങ്ങുമ്പോൾ ധരിക്കാൻ വേണ്ടി ഒരു നല്ല വസ്ത്രമുണ്ടായിരുന്നു എന്ന് താരീഖിലുണ്ട്. നമ്മളുള്ളിലേക്ക് കീറിയതാ ഉറങ്ങുമ്പോൾ എടുക്കുക. അതിപ്പോൾ ഇനി ഉറങ്ങല്ലേ, ഉറങ്ങലാണ് ഏറ്റവും പ്രധാനം. ഒരാൾ എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെയാണ് മരിക്കുക എന്നാണ്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരാൾ പരിശീലിക്കുന്നത് ഉറങ്ങാനാണ്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരിശീലനം കിട്ടിയ കാര്യമാണ് മരിക്കുമ്പോൾ ചെയ്യുക. അതുകൊണ്ട് ഉറങ്ങാൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മുസ്തഫായ നബി തങ്ങൾ ഉറങ്ങിയ മാതിരി ഉറങ്ങണം. ഉറങ്ങുമ്പോൾ നല്ല തുണി എടുക്കണം. കള്ളിത്തുണി ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ കീറിയത് പറ്റൂല, ചലയത് പറ്റൂല, നല്ല എടുക്കണം. രാവിലെ അത് മാറ്റണം. കാരണം രാത്രിയിൽ മരണമാണ്. ഉറക്കം എന്ന് പറഞ്ഞാൽ ചെറിയ മരണമാണ്. മരിക്കുമ്പോൾ ധരിച്ച തുണി കുപ്പായും പിന്നെ എടുക്കുന്നത് ശരിയല്ല. രാവിലെ അത് പിറ്റേന്ന് ഒന്നുകിൽ അലക്കിയിട്ട് വേണം എടുക്കാൻ. ഉറങ്ങുമ്പോൾ കടക്കുമ്പോൾ എടുക്കാനായിട്ടൊരു സാധനം, അത് പിന്നെ പിറ്റേന്ന് കടക്കുമ്പോൾ എടുക്കല്ല, തിരുമ്പിയിട്ട് പിറ്റേന്ന് എടുക്കാം. എന്തായാലും ഉറങ്ങുമ്പോൾ നല്ല ഡ്രസ്സ് ധരിക്കണം, നല്ല വിരിപ്പിൽ ഉറങ്ങണം, നല്ല സ്ഥലത്ത് ഉറങ്ങണം, വിരിപ്പ് നന്നായിട്ട് വിരിക്കണം, കയ്യും കാലും കഴുകി വൃത്തിയാക്കണം, ദിക്റും ദുആയും ചെയ്യണം. ഇതൊക്കെ വാപ്പയും ഉമ്മയും ചെയ്യണം. അങ്ങനെ കുട്ടികൾ പഠിക്കണം. വീട്ടിലെപ്പോഴും ഒരു ഇസ്ലാമികമായ സാഹചര്യം ഉണ്ടാവണം. ആഗ്രഹിച്ചാൽ നേടാൻ കഴിയാത്ത ഒന്നുമില്ല. അതിപ്പോൾ ഇങ്ങനെയൊക്കെ മതിയെന്ന് തീരുമാനിച്ചതാണ് പ്രശ്നം. ആഗ്രഹിച്ചാൽ നേടാൻ കഴിയാത്തൊരു കാര്യമില്ല. അതുകൊണ്ട് വീട്ടിൽ ഇസ്ലാമികമായ അന്തരീക്ഷം ഉണ്ടാവാൻ വേണ്ടി ആഗ്രഹിക്കണം. അള്ളാഹു സഹായിക്കും. അള്ളാഹു സഹായിക്കട്ടെ. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബന്ധപ്പെട്ട ഖൽബിനെ അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. ഇഷ്കിലും മഹബത്തിലുമായി അള്ളാഹു നമ്മളെ ജീവിപ്പിക്കട്ടെ. കുടുംബത്തിൽ വളരെ അന്തസ്സോടെ ജീവിക്കുന്ന ആളുകളായി അള്ളാഹു നമ്മളെ മാറ്റിത്തരട്ടെ. ഭാര്യമാര് ഭർത്താക്കന്മാർ അള്ളാഹു അവരെ സാലിഹാത്തുകളും